ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്. ഇന്നലെ ക്രിസ്മസ് ഈവ് ആയതുകൊണ്ട് തന്നെ ഞാനും മാസിക്കും കൂടെ നടക്കാനൊക്കെ ഒന്ന് പോയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി ഞാനൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം, ക്രിസ്മസ് സ്പെഷ്യൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ആദ്യം പോയത് ഫോറം മോളിലേക്കാണ്. അവിടെ വലിയൊരു ക്രിസ്മസ് പപ്പയുടെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് കുറേ റീലും സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നേരെ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടത് ഇതാണ്. കൊള്ളായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം അതിൻ്റെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് മാർക്കറ്റും പിന്നെ ലൈറ്റ് സെറ്റിംഗൊക്കെ ആയിട്ട് മോള് ഫുൾ ഓണായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം കറങ്ങി നിന്നതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് പോയി. അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു സാൻഡയാണ്. സാൻഡ ഒരു പാട്ടൊക്കെ പാടി നമ്മൾ സ്വീകരിക്കാൻ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇവന്താ ഇങ്ങനെ തലയിൽ കൈയും വെച്ച് കിടക്കുന്നത്. ഇവിടുത്തെ ലൈറ്റിൻ്റെ ഡിസ്റ്റർബൻസ് കൊണ്ടൊന്നുമല്ല, അവൻ്റെ ഫേസ് ഇപ്പോഴും റിവീൽ ചെയ്യണ്ട എന്നാണ് അവൻ പറയുന്നത്. പിന്നെ നമ്മുടെ ഈ മോളിൽ അങ്ങനെ അധികം വലിയ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, കുഴപ്പമില്ലായിരുന്നു. മാള് പൂട്ടാൻ സമയം ആയതുകൊണ്ടും 11:15 ആയതുകൊണ്ടും നമ്മളിവിടെ നിന്ന് ഇറക്കി വിട്ടു. അതുകൊണ്ട് ഇനിയിപ്പം നേരെ ചർച്ചിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം പള്ളിയിലോട്ടാണ് പോയി അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിക്കും. ഞാൻ ഈ ഫോറം മോൾ എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ഇപ്പം നെക്സസ് മാൾ എന്നാണ്. കോറമംഗലം നെക്സസ് മാളാണ്, പഴയ ഫോറം മാളായിരുന്നു. അപ്പോൾ ആക്ച്വലി ഒരു ഫോറം മാൾ വേറെ ഉണ്ട്, സൗത്ത് ഫോറം മാൾ. അവിടെ ഇതിലും വലുതാണ്. അവിടെ ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്രാൻഡാണെന്ന് അറിഞ്ഞു. പിന്നെ ഇതാണ് നമ്മുടെ പള്ളി, നമ്മൾ വരുന്ന പള്ളി. ഇവിടുന്ന് ഈ പറഞ്ഞ നെക്സസ് മാളിൽ നിന്ന് ജസ്റ്റ് 10 മിനിറ്റ് മാത്രമേ വാക്കേ ഉള്ളൂ ഈ പള്ളിയിലേക്ക്. അത്യാവശ്യം നല്ല ലൈറ്റ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു. ഈ പള്ളിയിൽ തന്നെ മെഴുകുതിരി കത്തിക്കുന്നതിനും പിന്നീട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയൊരു സ്പേസ് ആയിരുന്നു ഇത്. പിന്നീട് അകത്ത് പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഒരു സ്ക്രീനൊക്കെ നമുക്ക് പുറത്ത് കാണാമായിരുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ ജീസസിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്ന രീതിയിൽ അവർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ഫുള്ളൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിൽ അവർ ഒരു കട്ട് ബോർഡൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഒരു സാധാരണ സ്ത്രീയായിരുന്നു മേരി, ഒരു കാർപ്പൻ്ററായിരുന്നു ജോസഫ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഏഞ്ചലിൻ്റെ ഒരു ദർശനം കിട്ടുകയും അവർ തമ്മിൽ പിന്നീട് എൻഗേജ്മെൻ്റ് ആവുകയും ചെയ്തു. അതിന് ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ഈ പറഞ്ഞ ഏഞ്ചൽ വന്നിട്ട് മേലെടുത്ത് പറയുകയാണ്, നിനക്ക് ദൈവത്തിൻ്റെ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണെന്ന്. അതേപോലെ ജോസഫിനും സ്വപ്നത്തിൽ ഏഞ്ചൽ ചെന്നിട്ട് പറയുന്നുണ്ട്, അത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, നീ ഒരിക്കലും അവിടെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെ പിന്നീട് അവർ അവിടെ നിന്ന് നാട് വിട്ട് അവർ ചേർക്ക് പോവുകയും എന്നാൽ അവിടെ ആരും തന്നെ അവർക്കൊരു വീട് കൊടുക്കുകയോ അല്ലെങ്കിൽ താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്തില്ല. അവസാനം ഒരു കാലിത്തൊഴുത്തിൽ അവർ താമസിക്കുകയും അവിടെ ഈ ജീസസ് ജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫുൾ ഒരു സ്റ്റോറി അവിടെ ഫുള്ള് അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുൽക്കൂടൊക്കെ എന്ത് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് സെൻറ്റ് ആൻ്റണി ഫ്രയറി ചർച്ച്, സെൻറ്റ് ജോൺസിൽ തന്നെയുള്ളതാണ്. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയുള്ള സമയത്തൊക്കെ ഇവിടെ തന്നെയാണ് വരാറ്. നമുക്ക് തൊട്ടടുത്തും ഈ പള്ളി തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു വ്യൂ കാണിച്ചു തരാം, നല്ല രസമാണ് അത് കാണാൻ. അങ്ങനെ പിന്നെ ഡിസംബർ 25 രാവിലെ 12 മണിയായി, ക്രിസ്തു ജനിച്ചു. അതിനുശേഷം അകത്ത് ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അന്ന് അകത്ത് കയറി ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല തിരക്കും അകത്ത് പിന്നെ ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടന്നു, ഫുള്ള് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നീട് ആളുകളൊക്കെ ഒഴിഞ്ഞു പോയ സമയത്ത് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി. ഇവിടെ കയറി കുറച്ച് നേരം ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചു. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു, ആളുകളെല്ലാം ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ നമ്മളും കരുതി ഇറങ്ങാമെന്ന്. ഇപ്പോൾ തന്നെ 2 മണി എന്തോ സമയമായി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.